ഏട്ടാ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് പെട്ടെന്നൊരു വരവ്? ഒരാഴ്ചയായിട്ട് ക്ലബിലേക്കും വരുന്നില്ല. ഞാൻ ഒരു പെരിയ പ്രശ്നയിൽ ഇരിക്കെ, നീങ്ക എനക്ക് ഉദവി പണ്ണേ ആകണം. ചേട്ടന് പ്രശ്നോ? എന്താണെങ്കിലും പറഞ്ഞോ. ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ചേട്ടൻ കാര്യം പറ. അത് വന്ന് എൻ മക இருக்கல்ல മറീന, അവൾക്ക് എന്ത് പറ്റി? அது என் மகளும் அவளோட 4-5 ஃப்ரெண்ட்ஸும் சேர்ந்து நம்ம எல்லையில் இருக்கிற காட்டுக்கு ஏதோ படிப்பு சம்பந்தமா ஷூட்டிங்கோ எதுக்கோ போனாங்களாமா. இன்னோட 6 நாளாச்சு. அவங்கள பத்தி எந்த தகவலும் இல்லை. 6 ദിവസമായെന്ന? 2 நாளும் சொல்லி போனாங்க. இப்போ 6 நாளாச்சு. யாருமே இனி திரும்பி வரல. எனக்கு ஒன்றை விட்ட யார் இருக்கு சொல்லு? எனக்கையும் பொண்ணை பார்க்கணும். அதுக்காக என்ன செஞ்சாலும் சரி. അതിരിക്കട്ടെ ഏട്ടാ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ അവങ്ങളാല മുടിഞ്ഞ അളവുക്ക് തേടിയിട്ടാங்க. ചേട്ടൻ ഇത്രയും വിവരമുള്ള ആളല്ലേ, എന്നിട്ട് മോളെ എങ്ങനെ കാട്ടിലേക്ക് അയക്കാൻ പാടുന്നു? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ലീഗലായിട്ടൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കൂ. നമുക്ക് അവളെ കണ്ടുപിടിക്കാം. അത് എൻ മക. ചേട്ടൻ വിഷമിക്കാതിരിക്കേ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ സർ. சார் 4 மணிக்கு சிஐ மீட்டிங் கூப்பிட்டுருக்காரு. நான் அது மறந்துட்டேன். நீ ஒன்று பண்ணு, அண்ணங்கிட்ட ஒரு கம்ப்ளைண்ட் எழுதி வாங்க. அவர் பொண்ணு காணாமல் போயிட்டு. ஓகே சார். சரி ஏட்டா. സാർ, എല്ലാവരും പറയുന്ന പോലെ ആ കാട് ഒരു തരത്തിലുള്ള കാടാണ്. സാർ, ഈ നാട്ടുകാർ പറയുന്നത് സാറും വിശ്വസിക്കുന്നു? ഫോറസ്റ്റുകാർക്ക് ഇതിനകത്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങളെ അത്രയ്ക്ക് ഭയപ്പെടുത്തി വെച്ചിരിക്കുക. എനിവേ, നാളെ നമ്മൾ കാട്ടിനകത്തേക്ക് പോകുന്നു. അതിനുമുമ്പ് CI ഒന്ന് മീറ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ സാർ. നമസ്കാരം സാർ. என்னையா அது? எந்த ஒரு பாதுகாப்பும் இல்லாத இவ்வளோ பயங்கரமான ஒரு காட்டுக்கு 4-5 பசங்களை அனுப்பிச்சிருக்காங்கன்னா அது எல்லாமே வயசு பசங்க. ஆமா, இந்த ஃபாரஸ்ட் டிபார்ட்மெண்ட்டுக்கு தெரியாதா இந்த மாதிரி இடத்துக்குலாம் ஆளுங்க அனுப்பக்கூடாதுன்னு? அது நம்ம மைக்கேல் அண்ணனோட பசங்கன்றதுனால தான் பெர்மிஷன் கொடுத்தேன். யாரா இருந்தா என்னையா, இப்ப நமக்கு தானே தலைவலி. நீ என்ன பண்ணுவேன்னு எனக்கு தெரியாது. அடுத்த 24 மணி நேரத்துக்குள்ள அந்த பசங்களை பத்தின டீட்டெயில்ஸ் எனக்கு வந்தாகணும். எஸ் சார். എത്ര ദൂരാ പോണ്ടേ സാറേ? എടോ, പകുതി ദൂരം പോലും വന്നില്ലടോ. നടക്കാൻ വയ്യ സാറേ. ഇതിനു മുമ്പ് ഞാൻ ഇത്തരത്തിലുള്ള കാട്ടിൽ വന്നിട്ടില്ല. താൻ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ ഈ കാട്ടിലാ ജീവിക്കണേന്ന്. ഇന്ന് വൈകുന്നേരത്തിനകം ആ 5 പേരെ കണ്ടുപിടിച്ചേ പറ്റൂ. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് ടീം തന്നെ വരുന്ന തോന്നുന്നു സാർ. പറ്റുന്നില്ല, കുറച്ചേരം ഇരുന്നിട്ട് പോവാ സാർ. ദൈവമേ. സാർ, എന്താ സാർ ഇത്? രാവിലെ തുടങ്ങിയതാ തെരയാൻ, ഇനിയും കിട്ടിയിട്ടില്ല. ഇപ്പം മണി 5 ഇപ്പം പോയാലേ ഇരുട്ടുന്നതിന് മുമ്പ് എത്താൻ പറ്റൂ സാർ. അതെ സാർ, ഇതിനെ കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് സാർ. അല്ല, എന്താ സാറേ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നമ്മൾ തിരിച്ചു പോകുന്ന ഹലോ. ഹലോ, പറയൂ സാർ. സാർ, സാർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ കാട്ടിൽ എന്തോ ഒന്നുണ്ട് സാർ. അന്വേഷിക്കാൻ പോയ പോലീസുകാർ പേടിച്ച് തിരിച്ചു വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ അങ്ങോട്ട് പോകണ്ടെന്ന്.
സാർ ഇപ്പം എന്തോ ഒരു പോംവഴി. ആ 5 കുട്ടികളെ നമ്മൾ എങ്ങനെയാ സാർ കണ്ടുപിടിക്കുക? സാറിന് മാത്രമാണ് ഇതിന് തിരക്കുള്ള പോലെ തോന്നുന്നു. എനിക്കുണ്ട്. നമ്മുടെ ശക്തിക്കാൾ എന്താണ് സാറ് ചെയ്യാൻ പറ്റുക? ഇത്രയൊക്കെ റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ സാർ പെർമിഷൻ കൊടുത്തത്? സാർ, ആ പിള്ളേരോട് 5 കിലോമീറ്റർ വരയ്ക്കും പോകാൻ പറഞ്ഞത്. എന്നാൽ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരാനുള്ള പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതും കഴിഞ്ഞ് അവർ പോയിരിക്കുന്നു. സാർ, ആ കാട്ടിനകത്ത് പോയ ആരെങ്കിലും ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ടോ? സാർ, 2 വർഷം ഞാൻ ഡ്യൂട്ടിയിലുള്ള ആളാണ്. ഞാൻ അറിഞ്ഞിടത്തോളം പകലിൽ വരെ അവിടെ ഒരു മനുഷ്യനും പോകാറില്ല. അതും രാത്രി പോയവർ തിരിച്ചു വന്നിട്ടുമില്ല. ഓ, ആ സാർ, ഒരു നിമിഷം. 1 വർഷം മുമ്പ് എൻ്റെ സീനിയർ ഓഫീസർ തങ്കതുരയും അദ്ദേഹത്തെ മകനും ചേർന്ന് കാട്ടിനുള്ളിൽ പോയി. കേട്ടിട്ടുണ്ട്. അവരും അവിടെ വെച്ച് മരിച്ചുപോയെന്നാണല്ലോ അറിഞ്ഞത്. മരിച്ചു പോയത് തങ്കതുര മാത്രമാണ്. അയാളുടെ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സാർ പറയുന്നത് നേരാണോ? അവർ കാട്ടിനകത്ത് പോയി 2 ദിവസം കഴിഞ്ഞ് അവരന്വേഷിച്ച് ഞങ്ങൾ കാട്ടിൽ പോയി. അവിടെ തങ്കതുര മരിച്ചു കിടന്നിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആക്ച്വലി പോലീസ് എൻക്വയറിയിലെ തങ്കതുര ഹാർട്ട് അറ്റാക്കിൽ മരിച്ചതായിട്ടാണ് അറിഞ്ഞത്. എന്നാൽ സത്യത്തിൽ പ്രേതമാണ് അയാളെ കൊന്നത്. ഇപ്പൊ ആ പയ്യൻ എവിടെയാ? കൂമളിക്ക് അടുത്താണ് അവന്റെ വീട്. സാർ, എത്രയും പെട്ടെന്ന് തന്നെ ആ പയ്യനെ കണ്ടുപിടിക്കണം. സാർ, അവൻ വീട്ടിലെ ഉണ്ടാവാറില്ല. അവനൊരു ഡ്രഗ് അഡിക്റ്റാണ്. കഞ്ചാവ് അടിച്ചും ചാരായം കുടിച്ചും എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ അവർ സൈക്കോ ആണ് സാർ. അവനെ വിശ്വസിച്ച് എങ്ങനെ നമ്മൾ സഹായം ചോദിക്കുക? എന്നാലും സാറ് ചോദിച്ചല്ലോ, സാറിന് വേണ്ടി ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. എനിക്കൊന്ന് താ. എടോ, അവിടെ നാട് മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവതാ അവിടെ കുത്തിരിക്കുന്നു. ഹലോ, എണീക്ക്. സാറ് വിളിക്കുന്നു. വാ, ഏയ് എണീക്ക്. വണ്ടി കയറ്, അകത്തേക്ക് കയറ്. ഞങ്ങൾ നിന്നെ എന്തുകൊണ്ടിനെ അറസ്റ്റ് ചെയ്തെന്ന് അറിയാമോ? നിങ്ങളെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ പോലീസ് അല്ല, ഫോറസ്റ്റ് ഗാർഡ്. നിന്നിൽ നിന്ന് ചില രഹസ്യങ്ങൾ അറിയണം. എനിക്കിപ്പോൾ കള്ള് വേണം. എന്താണ്? മദ്യോ? ഞങ്ങളെ കുറിച്ച് എന്താണ് വിചാരിച്ചേ? രോഗി കുടിക്കുന്നത് കണ്ടില്ലേ? ഇയാള് കൂടുതലുള്ളത് കൊണ്ടാ. ഇല്ലെങ്കിലേ ഇവനൊക്കെ ചാരായം വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ അറിയേണ്ടി വന്നു. നീ എന്തോ ആരോമല സയൻസ് പഠിക്കുന്നതാണല്ലോ കേട്ടത്. It's not Aromala science. It's paranormal science. അതെ 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 അതെ. സാറേ സാറേ ചോദിക്ക് സാറേ, ചോദിക്കുന്നേ. എന്തിനെ പറ്റിയാ പഠിക്കുന്നേ? സാർ സാർ നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നേ? അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കരുതല്ലേ, പിന്നെയോ? അവൻ പേടിച്ചു പോയാ? All activities and research, including the ghost stories, എന്താണ് അവൻ പറയുന്നേ? which has telepathy, medium shape, ഒന്നും മനസ്സിലായില്ല. demonic possessions, extraterritorial visitor, psych and spiritual reading, and haunted house. ഇതിനെക്കുറിച്ച് പഠിക്കും. സാർ വല്ലതും മനസ്സിലായോ? ഇവനൊരു മണ്ട ഗുണേശൻ. അത് ശരി, നിന്നെ എന്തിനാ കോളേജിൽ നിന്ന് പുറത്താക്കിയത്? ഞാൻ അവിടെ ഉള്ളവരെക്കാൾ ബുദ്ധിശാലിയാ. ഓ, അവിടെ പ്രേതങ്ങളെ പറ്റിയും പഠിപ്പിക്കുന്നുണ്ടോ? നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം പ്രേതമായിരുന്നു. എടാ
നിന്നോട് ആ ഇരുട്ടുപള്ളത്തെ കുറിച്ച് ചോദിക്കാൻ വന്ന നീ എന്താ ഇങ്ങനെയൊക്കെ? നിന്നെ കൊണ്ട് ഒരു സഹായം വേണം. ഇരുട്ട് പള്ളത്തിൽ എന്താ? ഡോക്യുമെന്ററി എടുക്കാൻ പോയി 5 കുട്ടികളെ കാണാനില്ല. എല്ലാവരും കാട്ടിനകത്ത് പോകാൻ ഭയപ്പെടുന്നു, ഞങ്ങളെ പോലുള്ളവർ പോലും. ഓക്കെ, നാളെ തന്നെ പോയേക്കാം. ഇരുട്ട് പള്ളം, ഇതിൻ്റെ അകത്താണ് എൻ്റെ അച്ഛൻ മരിച്ചത്. ചെറിയ വയസ്സ് തൊട്ട് എനിക്ക് പ്രേതം, ഭൂതം, മർമ്മം ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പാരാനോർമൽ സയൻസ് എടുത്ത് പഠിച്ചത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന കാരണമാണ് എനിക്ക് ഈസി ആയിട്ട് പെർമിഷൻ കിട്ടിയത്. എനിക്ക് ഹെൽപ്പായിട്ട് എൻ്റെ അച്ഛനും വന്നായിരുന്നു. അച്ഛന് പ്രേതത്തിലൊന്നും വിശ്വാസമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അച്ഛൻ വന്നു. അന്ന് രാത്രി ഞാൻ പ്രേതങ്ങളോട് സംസാരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് നീ നോക്കിക്കോ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അച്ഛനെ തിരക്കി പോയപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിൽ അച്ഛൻ മരിച്ചു കിടക്കുമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അച്ഛന് ഹാർട്ട് അറ്റാക്കാണെന്ന് പറഞ്ഞു. നാട് മൊത്തം അച്ഛനെ പ്രേതവാ കൊന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്കുള്ള ഒരേ കൂട്ട് ഇതുപോലത്തെ കാര്യങ്ങളാണ്. ആ സംഭവം കഴിഞ്ഞ് പിന്നെ ഈ കാട്ടിനകത്തോട്ട് ഒരു മനുഷ്യരെയും ഡിപ്പാർട്ട്മെൻറ്റ് അലോ ചെയ്യുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, അവരെന്നെ വിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. അവിടെ പോയി എൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്, പ്രേതം ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കണം. Are you hearing my voice? Boys! വെള്ളം കുടിച്ചോ. Are you okay? Be cool. Relax. പേടിക്കണ്ട. നിന്റെ കൂടെ വന്നവരൊക്കെ എന്തിയേ? പറയേ. നിന്റെ കൂടെ വന്നവരൊക്കെ എന്തിയേ? പറയേ. എവിടെ പോയേക്കുവാ? അവരെവിടെ ഇരിക്കുന്നത് നിനക്കറിയാവോ? എവിടെയുണ്ടെന്ന് അറിയില്ല സാറേ. ഇവിടെ യക്ഷിയുണ്ട്. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം സാറേ. പ്ലീസ് സാർ, അവരെ കണ്ടുപിടിക്കണം സാർ. ദാ നോക്ക്, നീ പേടിക്കാൻ എൻ്റെ കൂടെ വാ, നമുക്ക് പോയി അവരെ തേടാം. വാ. ആക്ച്വലി നിങ്ങളൊക്കെ ആരാ? എന്തിനാ ഈ കാട്ടിനകത്തോട്ട് വന്നേ? ഞാൻ പൂനെയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുകയാണ്. ഞങ്ങളുടെ കോളേജിൽ ഫൈനൽ ഇയർ പ്രോജക്റ്റിന് വേണ്ടി ഡോക്യുമെന്ററി തയ്യാറാക്കണമെന്ന് പറഞ്ഞു. ഞാനും എന്റെ കൂട്ടുകാരും ചേർന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ എന്താ നടന്നത്? ഞങ്ങൾ മൊത്തം 5 പേരാ. അതിൽ മെറീന തമിഴ്നാട്ടിലുള്ളവളാണ്. അവളുടെ ഗ്രാമത്തിൽ വ്യത്യാസമായ എന്തോ കാടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാരും പുറപ്പെട്ട് മെറീനയുടെ വീട്ടിലേക്ക് വന്നു. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ. ഹായ്, ഐ ആം എബി വർഗീസ്. ഞങ്ങൾ ഞാനും പറയട്ടെ. ആക്രാന്ത് കാണിക്കാതെ നീ ഉണ്ട് ഫ്രെയിമില്. ഒന്ന് സമാധാനപ്പെട്. ഞാൻ ആദ്യം പറയാം. ഞങ്ങൾ പൂനെയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്റെ ക്ലാസ്മേറ്റും എന്റെ ജീവന്റെ ജീവനുമായ എന്റെ ജീവന്റെ ജീവനായ എന്റെ സ്വന്തം ഒന്ന് മാറിയിരിക്കണേ അങ്ങോട്ട്. മെറീന പറഞ്ഞെന്താന്ന് വെച്ചാൽ അവളുടെ വീടിനടുത്തൊരു കാടുണ്ട്. കാടെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാടൊന്നുമല്ല, ഒരു കൊടും കാട്. ഇപ്പൊ ആ കാട്ടിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ കാട് കാണാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ. ഇല്ല, ഇവൻ കാട് കാണാൻ പോകുന്നെന്ന് പറയുന്നൊക്കെ ചുമ്മയാ. ഇവന്റെ ഭാവി അമ്മാവനെയും അമ്മായിയും കാണാൻ പോവുകയവൻ. ഇവിടെ പറഞ്ഞു കേട്ടോ. സോറി, എന്നെ കുറിച്ച് പറയാൻ മറന്നുപോയി. എന്റെ പേര് രേവതി. നീ ആരും ആകട്ടെ, ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാം. ഇവർ രണ്ടുപേരില്ലേ ജോളിയായിട്ട് ചുറ്റിക്കറങ്ങാനാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവർക്കൊരു കൂട്ടിനായാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ ഡോക്യുമെന്ററി ചെയ്യാനൊന്നും അല്ല പോകുന്നത്. ആ കാട്ടിനകത്ത് ചെന്നിട്ട് ഇവൻ എന്തൊക്കെയാണോ കാടിച്ചു കൂട്ടാൻ പോണെന്ന് അറിയില്ല. പിന്നെ ഈ ക്യാമറ ഉള്ളത് കൊണ്ട് എനിക്ക് അല്പം വിശ്വാസമൊക്കെ ഉണ്ട്. ഒന്നും വിടാതെ ഷൂട്ട് ചെയ്യണേ. പ്രേക്ഷകരെ, ഇതുവരെ നമ്മുടെ നായികയെ കണ്ടില്ലല്ലോ നിങ്ങൾ. അതാ അവിടെ. എടാ മണ്ടമ്പരെ, ഇവിടെ. ഇവളാണ് നമ്മുടെ നായിക. മെറീന, നീ എന്തെങ്കിലും പറയേ. ഞാൻ എന്താ പറയേണ്ടത്?
എനിക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ കണ്ടോളൂ. ചേട്ടാ ചേട്ടാ, ലെഫ്റ്റ് സൈഡ്. ഇതാണ് നമ്മുടെ നായിക മറീനയുടെ വീട്. നമ്മൾ മറീനയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓ, ഇത് ശരിക്കും അടിപൊളിയാണല്ലോ. ആ, ദാ വരുന്നത് മെറീനയുടെ അച്ഛനാണെന്ന് തോന്നുന്നു. ആ പുറകിൽ വരുന്നതായിരിക്കും. അമ്മയായിരിക്കും. டிராவல் எப்படி இருந்தது? ആദി, ஆதி, നന്ദു, അത് രേവതി. ഇത് എബി. ഹായ്. കണ്ണാ വന്നിട്ടേ നീ. ഹായ് ആൻഡപ്പ. വണക്കം വണക്കം. ആൻഡപ്പ ചേട്ടാ ഇവിടുത്തെ ഓളിനോളാണ്. அப்படிலாம் ஒண்ணு இல்ல. ஆளுநாள் அடங்க ராஜா. இந்த தோட்டத்தை பாக்குறது, வீடு கிளீன் பண்றது, அவ்வளவுதான், வேற ஒண்ணும் இல்ல. எல்லாமே நம்ம கண்ட்ரோல்ல தான் தம்பி. பசிக்குதா? எல்லாரும் வாங்க, டீ குடிக்கலாம். ஐயா, டேய் ஆண்டப்பா, பெட்டில எடுத்து വണ്ടിയില്, ശരി. വിശക്കുന്നുണ്ടാ, ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് വന്ന്. അതും ശരിയാണ്. നല്ല വിശപ്പുണ്ട്, നമുക്ക് പിന്നെ കാണാം. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എല്ലാരും ഈ കാട്ടിനകത്തേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ടു വരികയായിരുന്നു. അപ്പോൾ തന്നെ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ഞങ്ങൾ എവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് തടുക്കുകയായിരുന്നു. അതൊന്നും കൂട്ടാക്കാതെ മെറിനയുടെ അച്ഛൻ ഞങ്ങളെ കാട്ടിനകത്തേക്ക് വഴി നടത്തി വെച്ചു. ബൈ അച്ഛാ. ബൈ. ഓക്കേ, ബൈ പപ്പ. പോയിട്ട് വരാം. ബൈ. ഞങ്ങളും കാട്ടിനകത്തേക്ക് വന്നു. ആദ്യം ഞങ്ങളെ എല്ലാരെയും ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ഞങ്ങൾ ഒരു തടാകത്തിനരികിലെത്തി. എന്താണ് തീരെ ഉറക്കം വരാത്തത്? അറിയാതെ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയോ? എടാ, കുടിക്കാൻ വെള്ളം എന്താ? വെള്ളം ഇല്ലടാ. ഇപ്പൊ എന്താ ചെയ്യാ? ശരി, നമുക്ക് വെള്ളം എടുത്തോണ്ട് വരാം. പോടാ. എന്തിനാടാ പേടിക്കുന്നേ? പോടാ. ഇത്ര ദൂരം പോകണ്ടതാ വെള്ളം എടുക്കാന്? അടുത്താടാ, എത്തിക്കഴിഞ്ഞു. ദേ വാ വാ വാ, പുറകെ വാ. ആ ശരി, പോ. എടാ നന്ദു, എന്തോ പോകുന്ന പോലെ തോന്നിയടാ. അതൊക്കെ ചുമ്മാ വെറുതെ. നീ വാടാ ഇങ്ങട്. ഞാൻ കണ്ടതാണ്. നിന്നെ പോലെയുള്ള പേടിത്തോടെ ഈ പണി പറ്റൂല കേട്ടാ. ഞാനത് കണ്ടതാണല്ലോ. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വന്നത് എന്റെ വീട്ടിൽ ആർക്കും അത്ര പിടിച്ചിട്ടില്ല. കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് കൂടെ അറിയില്ല. US എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അച്ഛനും അമ്മ അവിടെ സെറ്റിലായി. എന്താ ഇങ്ങനൊരു ശബ്ദം? എവിടെ? ലൈറ്റ് ഓഫ് ആയതാ. ഒരു മിനിറ്റ്. വേഗം. ഇത് ഓണാവുന്നില്ലല്ലോ. കാണുന്നില്ല. ഇത് ഓണാവുന്നില്ലെന്ന്. എടാ, നീ എവിടെയാണ്? ഒരു മിനിറ്റ്. ലൈറ്റ്. അയ്യോ ദൈവമേ, വന്നല്ലോ. എന്താടാ ഒരു പ്രത്യേകതര ശബ്ദം? വാടാ. ഇത് വീഴുന്ന ശബ്ദം കേട്ടാ നമ്മള് പേടിച്ചേ. ഇതൊരു മരക്കഷ്ണായിരുന്നു അല്ലേ? പേടിച്ചു പോയി. എടാ തടിയാ, നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കല്ലേ. ഇവിടെ ഒരു ചെറിയ ശബ്ദം കേട്ടാലും നമുക്ക് പേടി തോന്നൂടാ. നമ്മള് പേടിച്ച കാരണം ഇതുകൊണ്ടാ. ഞാനത് തന്നെ പറയുന്നേ. ഓ, ഞങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്ത് എന്താണെന്ന് അറിയാതെ. ദൈവമേ, ഇനി എന്താടാ പറ്റുക? എന്താ അറിയാതെ യവന്മാരുടെ ഇടയിൽ പെട്ടുപോയി. ഇനി എന്താ ചെയ്യാ? അമ്മേ, ഒന്ന് പെട്ടെന്ന് നടക്ക്, ഞാൻ പറയണ്ടേ. എല്ലാവരും നിന്ന്. ആരോ എന്റെ പേര് വിളിച്ച പോലെ തോന്നിയില്ലേ? നടക്കടാ. നിന്റെ തോന്നല. നീ വിളിച്ചാ? അല്ല, നീ വിളിച്ചോ? ഇല്ല, ഇപ്പൊ ആരോ എന്നെ പേര് വിളിച്ചു, ഞാൻ കേട്ടതാ. ആരോ നമ്മുടെ പുറകെ വരുന്നുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ടാ. എടാ, ഇതൊക്കെ നിന്റെ പേടി കൊണ്ട് തോന്നലാ. ഓടാ. ഇല്ലടാ, ഇന്നലെ നമ്മൾ വെള്ളം എടുക്കാൻ പോയപ്പോ ലൈറ്റ് ഓഫ് ആയില്ലേ? ആ ലൈറ്റ് ഓഫ് ആകാന്റെ കാരണം ഇതൊക്കെ തന്നെയാ. അതെ, ഇവിടെ പ്രേതമുണ്ട്. അതിനുശേഷമാണ് ഓരോരുത്തരായി അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾക്ക് അപ്പോൾ തന്നെ പേടി തുടങ്ങി. ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇരുട്ടിപ്പോയി.
പിന്നെ എന്താ നടന്നത്? 2 ദിവസമായി കാട്ടിൽ നിന്ന് പുറത്തു പോകാനായി ശ്രമിക്കുക. പക്ഷെ എനിക്ക് വഴി കണ്ടെത്താനായില്ല. നീ ഇവിടെ നിൽക്കേ. അടുത്ത് പോവല്ലേ? ഒരാൾ മരിച്ച സ്ഥിതിക്ക് നോക്കുവാണെങ്കിൽ എന്തോ വലിയ സംഭവമുണ്ട്. രണ്ടുപേരും മരിച്ചത് വെച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ എന്തോ പ്രശ്നമാണ്. വെള്ളം വേണോ? കുറച്ച് കുടിച്ചോ? നിന്റെ കൂടെ വന്ന എല്ലാവരും ആ പ്രേതത്തിനെ കണ്ടോ? നിന്റെ കൂടെ വന്ന് നിന്റെ 3 ഫ്രണ്ട്സിനെ അത് കൊന്നു. എങ്ങനെയാണെങ്കിലും നിന്നെ തേടി തന്നെ അത് വരും. ആദ്യം എവിടെയാണെന്ന് അറിയില്ല. അവനെ കണ്ടുപിടിക്കണം. തിരിഞ്ഞു നോക്കാണ്ട് വാ. പുലർച്ചെ ആവുന്നതിനിപ്പോഴും നമുക്ക് ഈ കാടിൽ നിന്ന് വെളിയിൽ പോകണം. എന്തോ സൗണ്ട് വരുമോ? വാ പോവാം. വാ. എന്തു പറ്റി? എന്താ ബാഗോ? എന്തോ ഡയറി ഒക്കെ ഉണ്ട്. വാ വാ, ഇരിക്കും. എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ പേര് പാണ്ഡ്യൻ. എല്ലാവരും എന്നെ പാണ്ഡ്യൻ എന്നാണ് വിളിക്കുന്നത്. തേനിക്കടുത്തുള്ള പന്നിയൂരാണ് എൻ്റെ സ്ഥലം. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ മരിച്ചു പോയതാണ്. എൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്. മാമ വളരെ നല്ലൊരാളാണ്. പക്ഷേ അമ്മായി അമ്മാവനെ പോലെ ആയിരുന്നില്ല. എൻ്റെ ഡിഗ്രി കഴിയുന്നതുവരെ ഒരു സന്തോഷത്തോടെയല്ല ഞാനവിടെ കഴിഞ്ഞിരുന്നത്. ഇതാണ് കതിരേശൻ മുതലാളി. ഇദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹത്തോടെ അമ്മാവെന്ന് വിളിച്ചിരുന്നത്. കേരളത്തിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ആൾക്കാരിൽ നിന്നും പണം പിരിച്ചെടുക്കലാണ് എൻ്റെ ജോലി. നല്ല ശമ്പളം, നല്ല സ്ഥലം. ഇവിടെ ഞങ്ങൾ 4 പേരാണ് ജോലി ചെയ്യുന്നത്. രാവിലെ 7 മണിക്ക് കളക്ഷന് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഞങ്ങൾ അതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് റൂമിലെത്തും. അതിനുശേഷം ചീട്ട് കളിക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഒരു ദുശീലവും ഞങ്ങളുടെ കതിരേശൻ അമ്മാവന് ഇഷ്ടമല്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഈ നാട്ടിൽ വന്നിട്ട് 3 മാസം കഴിഞ്ഞു. പന്നിയൂർക്ക് പോകണമെന്നുള്ള ചിന്ത പോലും ഇല്ലാതായി. കാരണം ഇവിടെ സംസാരിക്കുന്ന ഭാഷ, പുട്ടും കടലയും കപ്പക്കിഴങ്ങ്, അതിലൊക്കെ ഉപരി ഇവിടുത്തെ സുന്ദരിയായ പെൺകുട്ടികളും. പിന്നെ എങ്ങനെ തിരിച്ച് നാട്ടിൽ പോകാൻ തോന്നും? ഇനി ഇവിടെ തന്നെയാണ്. ഒരു ദിവസം കളക്ഷന് പോകുന്ന വഴിയിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ അലക്സാണ്ടറെ പരിചയപ്പെട്ടു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനായിരുന്നു. അതിനുശേഷം അവരുടെ കുടുംബത്തിലൊരു അംഗമായിട്ട് ഞാൻ മാറി. അതുകൂടാതെ അദ്ദേഹം മലയാളം നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട് ചെന്നൈയിലാണ്. ചേച്ചി മാത്രമാണ് മലയാളി. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്.
ഹലോ പാണ്ഡി, സുഖം തന്നെ? സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ. ആ, ഇപ്പൊ കാലിന് എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ ഉള്ളത്. അത് പോട്ടെ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. കുറച്ച് ജോലി ഉണ്ടായിരുന്നു ചേട്ടാ, അതാ വരാൻ പറ്റാഞ്ഞേ. നീ ഇരിക്കേ. அடி ரோஸ்லி, ஆரோ வந்திருக்காங்க, நீ வந்து பாரு. ரோஸ்லி, என்ன பாண்டி, நல்லா இருக்கியா? நல்லா இருக்கு, நல்லா இருக்காக்கா. நீ எங்களை மறந்துட்ட. நான் உன்கிட்ட சொல்லியிருக்கேன்ல, இந்த சைடு வரும்போது இங்க வந்து சாப்பிட்டுட்டு போன. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. நீ அக்கா அக்கான்னு கூப்பிடுறதெல்லாம் சும்மாதானா? நீ பேசுற தமிழ் எனக்கே புரிய மாட்டேங்குது. என்ன சொன்னீங்க? இல்ல, நீ இப்படி ஸ்பீடா பேசுறது எனக்கே புரிய மாட்டேங்குது. எப்படி பாண்டியனுக்கு புரியும்? நீங்க என்ன சொன்னீங்கன்னு எனக்கு தெரியும். நீ இங்கேன்னு சாப்பிட்டு தான் போனோம். അതേ പാണ്ടി, ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് പോകാവൂ. ചെന്നൈന്ന് എൻ്റെ മോള് വന്നിട്ടുണ്ട്. ഇന്ന് വെച്ച മീൻകൂട്ട നന്നായിരിക്കും. ശരി, ഞാൻ കുളിച്ചിട്ട് വരാം. മണം കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല അക്കാ. என் பொண்ணு சென்னையில் தான் படிச்சு வளர்ந்தது. அவளுக்கு தமிழ்னா ரொம்ப பிடிக்கும். வீட்டில் அப்பாவும் மூலம் எந்த நேரமும் தமிழ் தான் பேசிட்டு இருப்பாங்க. സോറി അക്കാ. நீ டென்ஷனாக வேண்ட பாண்டி, அவளுக்கு இதே பழக்கமாயிடுச்சு. பாட்டு கேட்டு தான் எந்திரிப்பாங்க. ആ പറടാ. സോറി മച്ചാ, ഞാനിപ്പോ വരാം. അക്ക അത്യാവശ്യമായിട്ട് കുറച്ച് പണിയുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. பாண்டி இருந்து சாப்பிட்டுட்டு போப்பா. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം അക്ക. என்ன? അല്ല അല്ല, മധ്യാഹ്നം. வரணும், கண்டிப்பா வரணும். ഉറപ്പായിട്ട് വരാം. എവിടെയാടാ നീ പോയത്? ഇത് മൂന്നാമത്തെ ചായ. അലക്സാണ്ടർ ചേട്ടന്റെ വീട്ടിൽ പോയതാ. ശരി, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഇപ്പൊ അദ്ദേഹത്തിന് നടക്കാൻ വല്ലതും പറ്റുന്നുണ്ടോ? ആ, ഇപ്പൊ കുറച്ചൊക്കെ നടക്കും. ഡാ, എന്താ നീ എന്താ ഈ ആലോചിക്കുന്നേ? അല്ല, അലക്സാണ്ടർ ചേട്ടനൊരു മകളുണ്ടല്ലോ. അതെ, നീ ചെന്നൈ പഠിക്കാന്ന് പറഞ്ഞില്ലേ? ഞാനെന്നാ പെണ്ണെ കണ്ടു മച്ചാ. അവൾ എങ്ങനെയാ? അത് പെണ്ണല്ല, എന്റെ ദേവതയാ. എങ്ങനെയാടാ? കണ്ടപ്പോ തന്നെയോ? നീ പൊളിക്ക്. നാളെ മുതൽ നീ അവിടെ തന്നെ ആയിരിക്കും. നാളെ മുതലല്ല, ഇന്നു മുതൽ എനിക്ക് അവിടെ തന്നെ ആഹാരം. ആഹാ, ആളെത്തിയല്ലോ. ആരാച്ചാ അത്? ആരാ മോളെ? അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്? അത് നമ്മുടെ പാണ്ഡ്യനാ. എന്താ മോള് നോക്കുന്നേ? എന്താച്ചാ ഇത്? സുന്ദരനായല്ലോ. അങ്ങനെയോ? അപ്പോ ചേർച്ചിലേക്ക് പോകുമ്പോ പെണ്ണുങ്ങളെ ലൈൻ അടിക്കല്ലേ? എന്റെ അമ്മയ്ക്ക് മത്സരത്തിന് ഒരാളും വരാൻ പോന്നു. അമ്മാ, എന്നടി ഇങ്ങ വന്ന് അപ്പ പண்ற വേലയെ പാരുങ്ങമ്മാ. നിന്റെ അച്ഛൻ ആണഴകനാണല്ലോ. എന്റെ ഭംഗിയാണ് നിനക്ക് കിട്ടിയത്. അതെ അതെ. ആ എൻ്റെ പെണ്ണ് ഡയറ്റിലാണെന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ടായിരിക്കും ലഞ്ചിന് പകരം ബ്രെഡ് കഴിക്കുന്നത്. സ്ലിം ആണെങ്കിലും ആള് സുന്ദരി തന്നെയാ.
ഇവന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ. ഇനിയെങ്കിലും ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇവിടെ കേട്ട് കാണുമോ? ഹലോ, എന്താ പരിപാടി? ഫുഡ് കഴിക്കുക. തമാശ പറഞ്ഞതാണല്ലേ? കണ്ടിട്ട് കഴിക്കുന്ന പോലെ അല്ലല്ലോ തോന്നുന്നത്. എന്തോ കഴിക്കാൻ വേണ്ടി അതിയായി മോഹിക്കുന്ന പോലെ ഉണ്ട്. അങ്ങനൊന്നുമില്ല. ഇന്ന് നീ രക്ഷപ്പെട്ടു. പക്ഷെ എന്നെങ്കിലും ഒരിക്കലും എന്റെ കൈ കിട്ടും. അതുകൊള്ളാം, അവനിവിടുത്തെ മരുമോനാണല്ലോ പായസം കൊടുക്കാൻ. എന്താ മോളെ, നിന്നെ കണ്ട് പാണ്ടി ഭയന്നോടുന്നല്ലോ. പാണ്ടി ആയാലും ആരായാലും അവന്റെ നോട്ടത്ര ശരിയല്ല. ഇവന്മാരൊന്ന് വീട്ടിൽ കേറ്റല്ല അച്ഛാ. അങ്ങനെയൊന്നും പറയരുത്. അവനന്നില്ലെങ്കിൽ നിന്റെ അച്ഛനൊന്നും ഉണ്ടായിരിക്കില്ല മോളെ. അണ്ണാ, ജോൺസൺ അണ്ണാ. വാ പാണ്ടി, വാ വാ. അണ്ണാ, ഇത് കതിരേശ മാമൻ കൊടുത്തത്. ആയിക്കോട്ടെ, വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ. മോളുടെ കല്യാണത്തിന് എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഈ പണം എനിക്ക് വളരെ സഹായകരമായിരിക്കും. നന്ദിയുണ്ട് ഓക്കെ കേട്ടോ. അണ്ണാ, എന്നാ പറ. പെട്ടെന്ന് ആ മാർക്കറ്റിന്റെ കണക്കൊക്കെ തീർത്ത് വെക്ക്. ശരി ചേട്ടാ. ചേട്ടാ, എന്താ ചേട്ടാ ഒരു വല്ലായ്മ? അറിഞ്ഞില്ലേ, നമ്മുടെ ഈ പരിസരത്ത് ഏതോ ഒരുത്തൻ കുറഞ്ഞ പലിശയ്ക്ക് പണം കൊടുത്ത് കളക്ട് ചെയ്യണ്ടെന്ന് കേട്ടു. അത് നമുക്ക് വലിയൊരു അടിയായിട്ടുണ്ട്. അവന്റെ പേരെന്തോ കതിരേശെന്നോ മറ്റോ ആണ്. അതാണ് ആകപ്പാടെ. അതാണോ കാര്യം? അത് വിടിയേട്ടാ, എന്നോട് പറഞ്ഞില്ലേ, ഇനി അത് മറന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്നാണ് കട തുറന്നത് പാണ്ടി. നാളെ ചേർത്ത് തന്നോളാം. ശരി ചേട്ടാ. കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് സീരിയസ് ആണ് പാണ്ടി. പനി വളരെ കൂടിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിന് ഭയങ്കര വിഷമം. എന്താ, കാശിനുള്ള പ്രോബ്ലം ആണോ? കയ്യിലുള്ള സ്വർണ്ണൊക്കെ വിറ്റിട്ടാ ചികിത്സ നടത്തുന്നത്. എന്താണെങ്കിലും പറ ചേട്ടാ, മടിക്കണ്ട. എന്നോടൊന്നും വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പിന്നെ നിനക്ക് ഞാൻ ഒരുപാട് പണം തിരിച്ചു തരാറുണ്ടല്ലോ പാണ്ടി. ഈ ഒരു അവസ്ഥയിൽ ചോദിക്കാൻ. ചേട്ടാ, ദാ ഇത് വെച്ചോ. ഇതെന്റെ സ്വന്തം കാശാ. ചേട്ടന് എപ്പോഴാണോ തോന്നുന്നത് അപ്പം തന്നാ മതി. ആദ്യം കുഞ്ഞിനെയും കുട്ടി ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. കേട്ടല്ലോ? നന്ദിയുണ്ട് പാണ്ടി. നിക്കണവിടെ. ഇവിടെ എന്താടാ കാര്യം? കളക്ഷൻ ഒന്നാ. ഓ, കളക്ഷനാ. ഇവിടെ കളക്ഷൻ ആണേലും ഞങ്ങളേ ഉള്ളൂ, കമ്മീഷൻ ആണേലും ഞങ്ങൾ മാത്രം. ഇവിടെ എല്ലാം ഞങ്ങളാ, മനസ്സിലായോ? ചേട്ടൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഏരിയയിൽ പുതിയതായിട്ട് ഒരുത്തൻ കച്ചവടം നടത്തുന്നുണ്ടെന്ന്. അത് നീയാണോ? ഇനി ഒരു വട്ടം നിന്നെ ഞാൻ ഇവിടെ കറങ്ങി കിടക്കുന്ന കണ്ടാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. പിന്നെ 10 ദിവസം ആയല്ലോ കാശ് തന്നിട്ട്. കുട്ടിക്ക് തീരെ സുഖമില്ല. നിന്റെ ഈ പ്രശ്നമൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ചേട്ടാ, അത് കുട്ടിക്ക് മരുന്ന് വാങ്ങാനുള്ള കാശാണ്. അത് എന്റെ വേറെ ഒന്നും ഇല്ല ചേട്ടാ. ഞാനത് പിന്നെ തരാം ചേട്ടാ. ദയവ് ചെയ്ത് എനിക്കത് തരണം ചേട്ടാ. മരുന്ന് വാങ്ങാൻ ഒരു കാര്യം ഓർത്തോ, നീ കളക്ഷൻ കറക്റ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, മനസ്സിലായോ? ഇവനൊക്കെ മനുഷ്യജന്മം തന്നെയാണോ? ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഇതാ കണക്കല്ലേ ഇതിനകത്തുണ്ട്, നോക്കിയോ. ആ ഡാനിയൽ വന്നിട്ട് അവൻ്റെ ഏരിയയിൽ കളക്ഷൻ നടത്താൻ പാടില്ലെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. എന്തിന്? ആ ലെനീഷിൻ്റെ അനിയൻ. ഓ, ആ ഏരിയയിലത്തെ കളക്ഷൻ ഇനി ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ. തൽക്കാലം നീ ആ ഭാഗത്തേക്ക് പോകണ്ട. അവന്മാരെ അല്പം തരികടേ. ശരി അമ്മ. നമുക്ക് കളിക്കാം. എൻ്റെ അമ്മോ, ഇവളായിരുന്നു. ഇവളെന്താ ഇവിടെ? ഇന്ന് ശരിക്കും പെട്ടു അല്ലേ? ആരെങ്കിലും വന്നിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എന്താ? അതൊന്നുമില്ല. എന്താടോ, എന്താ തന്റെ പ്രശ്നം? അത് അനസു
എന്ത് അനുസു എന്തില്ല? എന്താ പെമ്പിള്ളേരുള്ള വീട് നോക്കിപ്പോയി നീ ലൈൻ അടിച്ചോണ്ടിരിക്ക? അയ്യോ അങ്ങനെയൊന്നുമില്ല. ഓ അപ്പോ ഞങ്ങളാണല്ലേ നീ ഉള്ള സ്ഥലം നോക്കി വന്ന് നിന്നോണ്ടിരിക്കുന്നത്? കളക്ഷന് വന്നതാ. കളക്ഷനോ? അത് ഞാൻ ഉദ്ദേശിച്ചത്. നീ പെമ്പിള്ളേരുടെ ലിസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളാണല്ലേ? അതെ, ഞാൻ പിന്നെ വരാം. നിക്ക് ചേട്ടാ, എന്താ ചേട്ടാ കളക്ഷന് വന്നിട്ട് കാശ് വാങ്ങാതെ പോകുന്നത്? വീട്ടിൽ ആളില്ലെന്ന് വിചാരിച്ചു, അതാ. ഇവള് എന്റെ ഫ്രണ്ട് ബി ആണ് ചേട്ടാ. നമ്മുടെ അലക്സാറിന്റെ മകളാണ്. ചെന്നൈയിലാണ് ഇവള് താമസിക്കുന്നത്. ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. ശരി, ഞാൻ പോണേ. എന്താടി ഇവിടെ നിൽക്കുന്നത്? അതാരാ? നമ്മുടെ പാണ്ഡി ചേട്ടൻ. നിനക്കറിയില്ല? 3 മാസത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ്. പലിശക്ക് കാശ് കൊടുക്കും. ഞങ്ങള് തമിഴരായതുകൊണ്ട് പ്രത്യേക സ്നേഹമാണ്. ഓ മലയാളിയാണല്ലേ? അതെ. ഏയ്, നിന്റെ അച്ഛനെ അയാളല്ലേ രക്ഷിച്ചത്? അന്ന് ആ ചേട്ടനില്ലെങ്കിൽ നിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചേനെ. പറയടി. എടി, നീ പാണ്ഡിച്ചേട്ടനെ കളിയാക്കിയോ? അതെ, അതിനെന്താപ്പോ? ഏയ്, പാവല്ലേ അവര്. എടി, അവന്റെ നോട്ട് ശരിയല്ലായിരുന്നു, അതുകൊണ്ടാ. നീ അത് കണ്ടോ? എന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. ഞാൻ കണ്ടതല്ലേ, അതുകൊണ്ട് എനിക്ക് സംശയം തോന്നിയത്. ആ ചേട്ടന് തമിഴ് പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കണേ തമിഴ് പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നേ. ആഗ്രഹമൊക്കെ കൊള്ളാം. ശരി, ഓക്കെ, പിന്നെ സംസാരിക്കാം. ശരിയടി, ഓക്കെ. അവന് അച്ഛൻ, അമ്മ, സ്വന്തമായിട്ട് ആരുമില്ല. അവന് സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവനാണവൻ. തെറ്റൊന്നും ചെയ്യില്ല. ആവശ്യമില്ലാതെ അവനെ കുറ്റപ്പെടുത്തരുന്നത്. அம்மா, என்னடி? நான் பார்லருக்கு போறேன். ஏதாச்சும் வாங்குறதுக்கு இருக்கா? ഞാൻ പോയിട്ട് വരാം. എന്തൊക്കെയുണ്ട് ചേട്ടാ? കച്ചവടം എങ്ങനെ പോകുന്നു? പറവല്ല പാണ്ഡേ. அந்த சைடு மழை எப்படி? இல்லண்ணா, அங்கே எதுவும் மழை இல்லை. കളക്ഷനിൽ எப்படி இருக்கு? പറയത്തക്ക രീതിയിലൊന്നും ഇല്ല. ഓക്കെ അണ്ണാ, വരാം. ശരി. കറുപ്പാണല്ലോ കോൾ ചെയ്യുന്നത്. എപ്പോഴാണ് നീ നാട്ടിൽ നിന്ന് വരുന്നേ? കളക്ഷനിലാ മച്ചു ഞാൻ. അതൊക്കെ അങ്ങനെ പോകുന്നു മച്ചാ. അലക്സാണ്ടർ ചേട്ടന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ ബി എന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. വേറെ വേണമാ? അവരുടെ വീട്ടിൽ ഞാൻ ഇരുന്ന സമയത്ത് അവളെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നില്ലേ, അതവൾ കണ്ടായിരുന്നു മച്ചാ. അതാ പ്രശ്നമായത്. അത് കഴിഞ്ഞ് വേറെ ദിവസം കളക്ഷൻ അനസുന്റെ വീട്ടിൽ പോയപ്പോ കഥ തുറന്നത് ബി ആണ് മച്ചാ. എന്തൊരു ഭംഗിയായിരുന്നറിയോ? എന്റെ പൊന്നു മച്ചാ, ഞാൻ ഷോക്ക് അടിച്ചതുപോലെ ആയിപ്പോയി. അപ്പൊ അവളെന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ വിട്ടുകൊടുക്കുവോ? ഞാൻ അവളുടെ സുന്ദരമായ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അതോടെ ആള് ഫ്ലാറ്റായില്ലേ. ആ കണ്ണുകൾ സംസാരിക്കാൻ തുടങ്ങി. മുഖം നാണം കൊണ്ട് തുരുത്തു. അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞ ചിരി എന്നെ കൊന്നു കളഞ്ഞളിയ. കണ്ണടയ്ക്കാൻ പോലും തോന്നിയില്ല. ഞാൻ അങ്ങനെ തന്നെ നോക്കി നിന്നു. എന്തൊരു സൗന്ദര്യമായിരുന്നു അറിയോളിയാ. എടാ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ മോശമായിട്ടൊന്നല്ല നോക്കിയത്. അവളുടെ കണ്ണുകളിലേക്ക് മാത്രമേ നോക്കിയുള്ളൂ. അതിനൊരു കാന്തിക ശക്തി ഉണ്ടളിയ. വീണ്ടും വീണ്ടും നോക്കണമെന്ന് മനസ്സ് തുടിച്ചോണ്ടിരിക്കുക. ശരി മച്ചാ, കളക്ഷൻ പോകാൻ സമയമായി. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം.
എന്താ പാണ്ടി, എപ്പോഴാ ഒരു കല്യാണ സദ്യ കഴിക്കാൻ പറ്റുക? ഒരു സദ്യയുടെ കാര്യമല്ലേ, അത് എത്രയും പെട്ടെന്ന് തരാം. കല്യാണ സദ്യയെ പറ്റിയാ ഞാൻ ചോദിച്ചേ. അത് തന്നെയാ ഞാനും പറഞ്ഞേ. അപ്പൊ പെങ്കൊച്ചിനെയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ? നിനക്കെന്ത് പോവാ മോളെ വേണ്ടേ? ഈ പെങ്കൊച്ച് ധാരയെ നോക്കുന്നേ? കണ്ടിട്ട് പാണ്ടിയെ നോക്കുന്ന പോലെ ഉണ്ടല്ലോ. അതെ, എന്താ വേണ്ടേ? ഒന്നുമില്ല. എന്താ പാണ്ടി, ആ പെങ്കൊച്ച് നിന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഏത് പെണ്ണ്? അതാരെന്ന് എനിക്കറിയില്ല ചേച്ചി. കട മുതൽ നിന്റെ പുറകെ തന്നെ ഉണ്ട് ആ പെങ്കൊച്ച്. അങ്ങനെയാണോ? അതേ നീ ദാ ആ പെങ്കൊച്ച് തന്നെ. ഒന്ന് നിന്നേ. ബിയെ പോലെ ഉണ്ടല്ലോ. എന്താ പാർക്കിംഗ് കളക്ഷൻ ആണോ? എടി, നീ പറഞ്ഞത് ശരിയാ. ഞാനെന്ത് പറഞ്ഞു? ആ പാണ്ടിയെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? എന്താ ഞങ്ങൾക്ക് മദ്യമാക്കി തന്നിട്ട് നീ 10 രൂപ നോക്കി നിൽക്കുകയാണോ? എനിക്കിനി കള്ള് വേണ്ടളിയാ, അതിലും വലിയ ഹാങ് ഓവറില്ല ഞാൻ. എന്തൊക്കെയാടാ നീ പറയുന്നേ? നീ കുടിക്കാൻ തുടങ്ങിയില്ലല്ലോ. അടിക്കണമെന്ന് വിചാരിച്ചു തന്നെ ഞാൻ പോയത്. പക്ഷെ അവനെ കണ്ടപ്പോ എനിക്ക് അടിക്കാൻ തോന്നിയില്ലടി. അതാ എനിക്ക് മനസ്സിലാവാതെ. നിനക്ക് നന്നായിട്ടറിയാം ഈ തമിഴ് പെണ്ണുങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കാം, പിന്നെ ഞാനിതിന് വേണ്ടെന്ന് പറയണം. അങ്ങനെ എന്നെ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അവന് കൊന്നു കളയും ഞാൻ. കൊന്നു കളഞ്ഞല്ലോ എന്നെ, അവളുടെ ആ നോട്ടം കൊണ്ട് തന്നെ. അവൾക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? ഞാൻ എന്തിനു പറയണം? അവൻ എന്നോട് ഇഷ്ടമൊക്കെ ആണല്ലോ, അവൻ തന്നെ പറയട്ടെ. അതിന് 5 വർഷമാകും, കുഴപ്പമില്ലേ? 5 വർഷമല്ല, 50 വർഷമായാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും. അയ്യോ, അത്രയൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അല്ലാണ്ട് പിന്നെ അവൻ എന്താ ജോലി കളക്ഷൻ എന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ ആരെങ്കിലും കുത്തിക്കൊണ്ടുപോയാലോ? അങ്ങനെ പോയാൽ ഞാൻ വിടുമെന്നാണോ? അത് ശരി, ഇതുവരെ ലവ് പോലും പറഞ്ഞിട്ടില്ല. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പിന്നെ ഞാനെന്തിനാ പറയുന്നേ? ഞാൻ തന്നെ പറഞ്ഞേക്കാല്ലേ. അതല്ല, ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ നിനക്ക്? വന്നോട്ടെ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. അവളിപ്പോ എന്റെ ജീവനായി മാറിക്കഴിഞ്ഞു. എടാ, ഇവന് കരള് കൂടിപ്പോയി തോന്നുന്നു. കരളിലോ? അതെടാ, ഇത് കരളിലാണ് പിടിച്ചിരിക്കുന്നത്. കരളി പിടിച്ചിരിക്കുകയാണെന്നോ? അതെങ്ങനെയാണല്ലേ ഉണ്ടാവുന്നത്? ആയിക്കോട്ടെ, ഇതിലൊരു സുഖമുണ്ട്, അതെനിക്ക് അനുഭവിക്കണം. ബൈ ഡി.
ഞാനും ഈ സുഖം എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് വരാ അളിയ. യെസ്. എന്നോട് ഞാൻ ഈ ഏരിയ സൈഡിൽ കണ്ടുപോയെന്ന് പറഞ്ഞാലേ. പുതുതായിട്ട് കാശൊന്നും കൊടുത്തിട്ടില്ല, ഇത് പഴയ ബാക്കി കോപ്പാണോ പുതിയത് പഴയത്? വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല. ഓടാ. എന്താ മാവ, എന്തു പറ്റി? മൂത്തെന്താ ഈ പാട്? ഒന്നുമില്ല, അത് വിട്. അമ്മാവാ, ഇതാരോ അടിച്ച പാടാണ്. കളക്ഷൻ ചെയ്യാൻ പോയ സ്ഥലത്ത് വെച്ച് ആ ഡാനിയൽ എന്നെ പിടിച്ച് തല്ലി. അവന് വെറുതെ വിടാൻ പാടില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വെറുതെ പ്രശ്നം വേണ്ട, നീ ഒന്ന് അടങ്ങിയിരിക്കെ. അവരെ വെട്ടിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ പ്രശ്നം ഇതോടെ വിടുന്ന നല്ലത്, മനസ്സിലായോ? എന്താ അമ്മാവ ഇത്? നമുക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെയും പോയാലോ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളടാ, നീ വിട്. ആവശ്യമില്ലാത്ത അബദ്ധമൊന്നും നീ കാണിക്കരുത്, മനസ്സിലായോ? അളിയ മതിയടാ, ഒത്തിരി ഓവറായിട്ട് കുടിക്കല്ലേ. എല്ലാം ഓവറായിടാ പോകുന്നേ. അവന്മാരെ നീ എവിടെയാടാ കണ്ടേ? അവന്മാരെ എവിടേക്കാണോ വരണ്ടെന്ന് പറഞ്ഞത് അവന്മാരോട് കൂട്ടുകൂടി കളക്ഷൻ ചെയ്യുക. 4 പ്രാവശ്യമായി ചോദിക്കുന്നു. അവനും പറഞ്ഞു മടുത്തു. അയ്യോ, അതേ അളിയ, രണ്ടുപേരെ അങ്ങ് പൊക്കാം. ഇപ്പൊ പറഞ്ഞിട്ടെന്താ? കണ്ടപ്പോ തന്നെ അവനെ പൊക്കാതെ വന്നിട്ട് ഇപ്പൊ നീ ഇവനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എടാ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാടാ? അവിടെ എത്ര ആൾക്കാരുണ്ടാവും നിനക്കറിയാലോ. ആരിരുന്ന എന്താടാ? ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിൽ പൊക്കാം. നിർത്തടാ. അവൻ നാളെ നമ്മുടെ ഏരിയയിൽ കളക്ഷന് വരില്ലേ? അവിടെ വെച്ച് തന്നെ നമുക്ക് പബ്ലിക്കിൽ തീർക്കാം. നോക്ക് ഡാനി, നീ ആരാണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കണ്ടില്ലേ? അതിനോടകം നിനക്ക് എന്നെ പറ്റിയുള്ള ന്യൂസ് ഒക്കെ കിട്ടിയ? വേണ്ട ഡാനി, നീ പ്രശ്നം ഉണ്ടാക്കാനാണ് ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതേടാ, പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ വന്നേ. നിന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റിയ? പിടിക്കണവനെ. എവിടെയാണോ ഓടുന്നത്? അവരെ പിടിക്കാ. നിക്കടാ. നിക്കടാ. നിക്കാൻ. മാറി എന്റെ കളിക്കുന്നത്.
എന്റെ കച്ചവടം മുട്ടിക്കണം. അത് കൊള്ളാം. നീ ഇവിടെയാണല്ലേ ഉള്ളത്? ഞാൻ നാട് മൊത്തം തപ്പി നടക്കായിരുന്നു. ഭാഗ്യം ചിരിച്ചല്ലോ. പാണ്ഡി, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. വാ എടി, ഞാൻ ആരാന്നറിയോ? അവളാരാന്നറിയോ? അലക്സാണ്ടർ സാറിനോട് പറയട്ടെ? ഇതൊക്കെ പറയും നീ ആരാ? ഇനിയൊരു പ്രാവശ്യം നിന്നെ അവൻ്റെ കൂടെ കണ്ടാൽ അവിടെ വെച്ചെന്നെ കൊന്നുകളയും ഞാൻ. എന്തിന്? അവൻ നിന്നോട് അങ്ങനെ പെരുമാറിയതിന്. അതിന് നീ എന്ത് ചെയ്യാനാ? അല്ല, ആരാവൻ? ഭയങ്കര അധികാരത്തോടെ നിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ വരുന്നു. ദീപക് എന്റെ മാമന്റെ ഫ്രണ്ടാ. കുട്ടിക്കാലം തൊട്ട് എനിക്ക് അവനെ അറിയാം. ചെന്നൈയിൽ വെച്ച് ഞങ്ങളുടെ ഫാമിലീസ് തമ്മിൽ നല്ല ക്ലോസ് ആയിരുന്നു. അവൻ ഒരു ദിവസം എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് എനിക്ക് അവനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എന്നോട് മാത്രമല്ല പല പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാനാ പിന്മാറിയത്. എന്നിട്ടും അവൻ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. 3 ദിവസം മുമ്പ് പോലും എന്റെ അടുത്തേക്ക് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. ഇതൊക്കെ നീ നിന്റെ അച്ഛനോട് പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ.
പക്ഷെ അവൻ എന്റെ അച്ഛനോട് പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചു വെച്ചിരിക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പേടിയുമില്ല. അല്ല ഇപ്പൊ എന്തിനാ കരയുന്നേ? പ്രണയം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ നമുക്ക് നോക്കാവുന്നേ. നീ കരയാതെ. അടുത്തത് അവൻ എന്താ ചെയ്യാൻ പോന്നെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത്. ശരി, അതൊക്കെ പോട്ടെ. അവന്റെ കാര്യം ഞാൻ നോക്കണം. ശരിയൊക്കെ. ഞാൻ എത്ര പറഞ്ഞിട്ടും നീ അവളോട് ചുറ്റിക്കൊണ്ടിരിക്കുക അല്ലേ? എന്താ നോക്കുന്നേ? ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് കളക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ എത്തിയില്ലേ. പറയേ, എന്താ നീ അത്യാവശ്യം വരാൻ പറഞ്ഞേ? പറയാൻ സൗകര്യമില്ല. ഏയ് പറയടി, ദേഷ്യപ്പെടാതെ. നീ എന്താ പണിയാ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്ത് ചെയ്തെന്ന്? ആ ദീപക്കിന് എന്തിനാ നീ തല്ലിയേ? ഓ, അതിനാണോ ഇത്രയും ദേഷ്യം? എന്താ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാ. നീ എന്തിനാ ഇപ്പൊ ദേഷ്യം പിടിക്കുന്നേ? അവൻ ഹോസ്പിറ്റലാ ഉള്ളത്. മാമൻ അവനെ കാണാൻ പോയിരിക്കാം. അവൻ എന്തെങ്കിലും പറഞ്ഞാലോ? അറിഞ്ഞാലിപ്പോ എന്താ പ്രശ്നം? എന്തായാലും ഒരു ദിവസം അറിയേണ്ടതല്ലേ. അത് പെട്ടെന്ന് അറിയാൻ പോകുന്നു. നിനക്കത് പ്രശ്നമല്ലല്ലോ. അപ്പോ സംശയിക്കാണല്ലേ? சொல்றது உண்மைதானா? அதே அங்கிள் ஆக்சிடென்ட் ആണ്. இல்லையே, டாக்டர் ஆக்சிடென்ட் இல்லைன்னு தானே சொன்னாரு. ഞാൻ എന്തിനാ അങ്കിൾ നുണ പറയുന്നേ? சரி சரி. എടാ പാണ്ടി, നീ എൻ്റെ കൈ ഒടിച്ചില്ലേ? നിനക്ക് എൻ്റെ കൈ കൊണ്ടാ മരണം. டேய், எங்கடா இருக்க? வா, ஒரு சின்ன பிரச்சனை ஆயிடுச்சு. சீக்கிரம் ஏறுறா. എന്താണ് എന്റെ ഭാവി വധു? ഇപ്പൊ നീ എവിടെയുള്ള? കളക്ഷനില്ല. എന്താ, എന്ത് പറ്റി? എന്റെ മാമൻ നിന്നെ എന്നെ ഷാളുകളെയും കൂട്ടി പോയിരിക്കുക. പ്ലീസ്. വീട്ടിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നീ ദയവ് ഇത് എങ്ങോട്ടെങ്കിലും പോയേക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശരി, നീ കരയാതെ സമാധാനായിട്ടിരിക്കേ പ്ലീസ്. നിനക്ക് വല്ലതും പറ്റുമെന്ന് എനിക്ക് പേടിയാവുന്നു. എനിക്കൊന്നും സംഭവിക്കില്ല, നീ ടെൻഷൻ അടിക്കാതെ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. പറഞ്ഞത് കേട്ടോ? ஏய், அவன்தான் போடுறா. உள்ள இழுத்து போடுறா. ஏய், அட்ரா. ஏய், விடுடா. முதலாளி, அவன் போகுது முதலாளி. ஏய், என்ன விட்டுடா. ஏய், நில்றா. இக்கால வர வேகமா. அதோ போறப்பா. வண்டி வேகமா. நிக்கவனே. வாடா வாடா வாடா. ஹரி. ஏய், நில்றா. போடா வண்டி. ஏய், இடிச்சு கீழே போடுறோம்.
കണ്ടോ, അവസാനം നീ ഞങ്ങളുടെ കൈ കുടുങ്ങിയില്ലേ? അവനെ പിടിച്ചിട്ട് വാങ്ങടാ. അഭ്യാസം ഞങ്ങളോടല്ല. നീ എനിക്ക് പണി തരല്ലേ? നീ എന്താ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? എവിടെ പോയാലും വിടില്ലടാ. എന്റെ വരുമാനം കുറച്ചിട്ട് എന്റെ അനിയന്റെ മേത്ത് കൈവയ്ക്കും അല്ലേ? അതും പോരാഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ നീ പ്രേമിക്കും. മുതലാളി ശോര അവനെ പിടിക്ക്. പിടിക്കടാ അവനെ. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോടാ മുതലാളി. അവൻ തന്നെ കുടുങ്ങി. തൂക്കിട്ട് വേണം അവന്. എടാ, അവന്റെ മുഖം കണ്ടോ? അവന്റെ മുഖം കണ്ടോ? അവന്റെ മുഖത്തിന്റെ മുതലാളി അവന്റെ മുഖം മനസ്സിലാവുന്നില്ല. അവൻ അതാ പോകുന്നു. അവനെ പോയി പിടിയടാ. ഓരാൻ പറ്റിയ പോങ്ങടാ. ഏയ് സീക്രമാ പോയി പിടിക്കടാ അവനെ. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. ഞാൻ പോയിക്കോളാം. വേണ്ട, എന്നെ വിട്ടേക്ക്. കാലത്ത് 2 ഇഡ്ഡലി വാങ്ങി തന്നതാ ഇമ്മാതിരി ഓട്ടം ഓടിച്ചേ. നീയാണോ? പോടാ. എനിക്കാണ് മുട്ടുവേദന എടുത്തിട്ട് ഞാൻ നിൽക്കണേ. ദാണ്ട്രാ ദേ വന്നവൻ. ദേ ഇനി നമ്മളെ ഓടിക്കാൻ പോകണമെന്നാ തോന്നുന്നത്. എടാ നീ മുമ്പിൽ തന്നെ നിന്നോ. അതാ നല്ലത്. എനിക്കാ നല്ലത്. അയ്യോ വേണ്ട. അയ്യോ അടി കൊള്ളുന്ന നീ വേദന എടുക്കണ. വേണ്ട. അയ്യോ ഭാഗ്യം മടല് താഴെയിട്ടു. ഒരുപക്ഷെ വേദനിപ്പിക്കാതെ അടിക്കാനായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം കാണാം. നിങ്ങളുടെ മാനം ഞാൻ കാക്കാൻ ചേട്ടാ. അവനൊരു വഴിയാക്കിയേക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്റെ സിംഹമേ, വിജയം കൈവരിച്ചു. ശരി ചേട്ടാ. ഞാൻ നിനക്ക് ബിരിയാണി വാങ്ങിച്ചു വെക്കാം.
പാവം വിശന്നിട്ട് തലറിയാൻ തോന്നുന്നു. എവിടാ രമേശ, മുരുകേശ, മുതലാളി എവിടെ പോയി കിടക്കോടാ? ആ പാണ്ടിയല്ലടാ നിങ്ങളോട് പൊക്കാൻ പറഞ്ഞ. ഇവനെ എന്തിനാടാ എടുത്തോണ്ട് വരുന്നത്? മുതലാളി കാർ എടുത്തോണ്ട് വാ, ഇവിടെ ചുമക്കാൻ പറ്റാത്തോണ്ടാ. ബസ്സിനുള്ള കാശെങ്കിലും തന്നിട്ട് പോ മുതലാളി. പാണ്ടി, ഇപ്പൊ നീ എവിടേക്കാ പോകുന്നത്? ഇപ്പൊ നാട് വിട്ടു പോകാൻ മാത്രം എന്താ ഉണ്ടായത്? എടാ ഞങ്ങളൊക്കെ ഇല്ലടാ. വേണ്ടടാ, ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. എന്തിനാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതിന് മാത്രം എന്താ ഉണ്ടായത് അവിടെ? എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നത് തന്നെയാ എൻ്റെ ജീവിതത്തിൽ നടന്നത്. പക്ഷെ ഞാൻ തിരിച്ചു വരും. എന്തായിരുന്നാലും നീ എനിക്ക് ഫോൺ ചെയ്യണം. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ബാക്കിയല്ല ഞാൻ ഫോൺ വിളിക്കാൻ പറയാളിയാ. പോയിട്ട് വരട്ടെ. ശരി, ഞാൻ ഇറങ്ങാം. എടാ പാണ്ടി, 4 കാശുണ്ടാക്കുന്ന സമയത്ത് എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? നിന്റെ കുടുംബത്തിനെ കുറിച്ച് നീ എന്തെങ്കിലും ആലോചിച്ചോ? അങ്ങനൊന്നും ആലോചിച്ചില്ല അമ്മാവ. ഇതെല്ലാം ഞാൻ കാരണം നടന്നതാ. നിന്റെ പ്രായം അതാണ്. നല്ലവും ചീത്തവും നിനക്ക് മനസ്സിലാവില്ല. നമ്മുടെ ശത്രുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവന്മാർ വിചാരിച്ചാൽ നിന്നെ എന്ത് വേണമെങ്കിലും അവർ ചെയ്യും, അറിയോ? അവന്മാർ അത്രയ്ക്കും ഭയങ്കരന്മാരാണ്. അങ്കിൾ, അദ്ദേഹത്തെ വഴക്ക് പറയണ്ട. എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനാ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജീവിക്കുകയാണെങ്കിൽ അവന്റെ കൂടെയായിരിക്കും, അതുപോലെ മരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെയായിരിക്കും. ഞങ്ങൾ ഇനി ജീവിക്കണോ ചാവണോ എന്നുള്ള കാര്യം ഇപ്പൊ അമ്മാവന്റെ കയ്യിലുള്ളത്. എടാ, ജീവിതം ജീവിക്കാൻ വേണ്ടിയാ, അല്ലാതെ മരിക്കാൻ വേണ്ടിയല്ല. ശരി, ഏതായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ശരി, നിങ്ങൾ അകത്ത് ചെന്നിരിക്കേ. ബാക്കി അകത്ത് പോയി സംസാരിക്കാം. വാ ചെല്ലേ. ഉള്ള പോയി പിടിച്ചെടുത്തിട്ട് വാടാവണ. കതിരേശ, നിന്റെ മരുമോനെ പാണ്ഡ്യനുണ്ടല്ലോ, അവനോട് പറഞ്ഞേക്ക് എന്റെ കുടുംബത്തെ അവൻ കൈവച്ചിരിക്കുന്നത്. നിന്റെ കൊണം നീ കാണിച്ചല്ലേ? എടാ, നിന്റെ ഈ വൃത്തിയായിട്ട് വർത്താനം എന്റെ അടുത്ത് വേണ്ട. ഈ കാശും അഭിമാനവും ഞങ്ങൾക്ക് ഒട്ടും കുറവില്ല. എന്ന് വെച്ച് ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ ഇറക്കിക്കൊണ്ട് പോവോ? കേരള വാ, അവന്റെ അവസാനം ഇന്ന് കഴിവറവൻ. സാർ ഹെൽപ്പ് ചെയ്യോ? ഞങ്ങളെ കൂടി ഈ വണ്ടിയിൽ നിന്ന് കയറ്റി കൊണ്ടുപോകോ? ആ പോവാം ബ്രോ. അത് വലിയ ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും കേറിക്കോ. എവിടെ പോണം സാർ? ഞങ്ങൾ ഏതെങ്കിലും സേഫായിട്ടൊരു സ്ഥലത്ത് ഇറക്കി വിട്ടാൽ മതി സാർ. ഞങ്ങൾ ഇവിടെ ഒരു പ്രണയിച്ചിട്ട് ഓടി വന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഫോളോ ചെയ്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും സേഫായിട്ടൊരു സ്ഥലത്ത് ഇറക്കി വിടണം സാർ. ഹലോ, പറയാമോ? അങ്ങനെയാണോ? ശരി, പോലീസ് സ്റ്റേഷനോ ബസ് സ്റ്റാൻഡിലേക്കൊന്നും പോരുതേ. ഓക്കെ. ഫോൺ ഇപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ചെയ്യാമാവാ. ഇന്ന് ഒരു ദിവസം അവന്മാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാ മതി. ശരി അമ്മാവാ. നിന്റെ അങ്കിള് ഗുണ്ടകളും കൂട്ടി പുറകെ വരുന്നുണ്ടെന്ന്. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആ നായിൻ്റെ മോനെ കണ്ടെടുത്ത് തട്ടിക്കളാ, പിന്നെ ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്തെങ്കിലും സൂചന കിട്ടിയാൽ പെട്ടെന്ന് തന്നെ എന്നെ അറിയിക്കണം. ഓക്കെയാ? ഞാൻ വയ്ക്കുന്നു.
ഇരുട്ട് പള്ളെന്ന് പറഞ്ഞ ഫോറസ്റ്റിൽ പോയി ഹൈഡ് ചെയ്തോ. നിങ്ങളെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ ആർക്കും ഉള്ളി വരാൻ പറ്റില്ല. പ്രശ്നമൊക്കെ നടന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ വെളി വരാം. ഓക്കെ സർ. ഇവിടെ ഇറങ്ങിക്കോ. ഓക്കെ താങ്ക് യു സർ. ഓക്കെ. എന്ത് പറ്റി മോളെ, നീ ടയർഡായോ? കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ അടുത്ത് വെച്ചിട്ട് നീ ഡയറി എഴുതിക്കൊണ്ടിരിക്കുക. ഇങ്ങതാ. അത് നമ്മുടെ ലവ് സ്റ്റോറിയാ. അതിന്റെ പേഴ്സണൽ ഡയറിയാണേ. പറയുന്നത് കേക്ക് ബിയ. അതിങ്ങ് താ. നമുക്കിടയിൽ എന്താടാ പേഴ്സണൽ? ഏയ് അതിങ്ങ് താ. ആ ഒന്നും പറ്റില്ല, വായിച്ചിട്ട് തരാം. എന്താ അത്? നമുക്കിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. വിട്. ആ കാട്ടിൽ ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായി പോവുകയായിരുന്നു. ഞങ്ങളുടെ ശരിക്കുള്ള ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. പുറകെ വന്നേരെ, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ദിയ അല്ലേ? നീ എങ്ങനെയാ മരിച്ച? നിന്നെ ആര് കൊന്നോ അവരെ തേടി കണ്ടുപിടിച്ച് നീ അവരെ കൊല്ല്. ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരെ എന്തിനാ കൊല്ലുന്നേ? നിങ്ങളെ കൊന്നവരെ ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇവളെ വിട്ടേരെ. സാർ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ട് സാറേ. ആദ്യം എന്ന് പറയുന്ന ഒരു ചെറുക്കനെ മാത്രം ജീവനോടെ കിട്ടി സാറേ. ബാക്കി കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാം സാർ. ഓക്കെ, അവരുടെയൊക്കെ വീട്ടില് ഞാൻ അറിയിച്ചേക്കാം. ഞാനിപ്പോ എന്താ പറയണ്ടേ? എനിക്ക് ആ പാണ്ഡ്യയെ കഴിഞ്ഞ 5 കൊല്ലങ്ങളായിട്ട് അറിയാവുന്ന. അവൻ നല്ല പയ്യനാണ്. ഞങ്ങളുടെ ഈ ചില്ലറ ബിസിനസ് പ്രശ്നങ്ങൾ കാരണം ഡാനിയലായിട്ട് ഇടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ട്. ഈ പാണ്ഡ്യ കാണാതെയായി പോയത് എനിക്ക് ആ ഡാനിയലിന് നല്ല സംശയമുണ്ട്. എന്തായി ഡേവിഡ്, വല്ല അറിയാൻ പറ്റിയോ? ഇനിയും ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛനും അമ്മേനെ ഞാൻ പോയി കണ്ടതാ. അവരെന്തിനാ നീ പോയി കണ്ടത്? എന്നെ കൊന്നതും അതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എന്ത് സംബന്ധം ഉണ്ടെന്നോ? ചോദ്യം ചെയ്യണോന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് എല്ലാരെയും ചോദ്യം ചെയ്യണം. പക്ഷെ എന്നെ കൊന്നത് വേറെ ആരെങ്കിലും ആണെങ്കിലോ? ആളെ സെറ്റ് ചെയ്ത് പോലും ചെയ്യാലോ. നീ എന്തായി പറയുന്നത്? ഒന്ന് നിക്ക്, ധൃതിപ്പെടല്ലേ. പാവം, അവരിന്നും നിന്നെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക. നീ മരിച്ചെന്ന് പോലും അവർക്കറിയില്ല. നിന്നെയും പാണ്ഡ്യയും അക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡിയാ. വിധി കണ്ടോ? നിന്നെ കൊണ്ട് അവരുടെ അടുത്ത് പോകാൻ പറ്റില്ല. നിന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? അവർ രണ്ടുപേരും ഓടിപ്പോയപ്പോ എനിക്ക് വല്ലാത്ത പക തോന്നി. നാട് മുഴുവൻ അവരെ അന്വേഷിച്ചു. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനിയ, നിനക്കറിയാവോ അവരെവിടെ ഉള്ളതെന്ന്? എന്താ പാണ്ഡി, നീയും വന്നോ? ഇവൾക്കൊരു സങ്കടം ഉണ്ടായാൽ അത് കണ്ടുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ശരി ശരി, വിഷമിക്കണ്ട. ഇനി 2 ദിവസത്തെ നിങ്ങളെ കൊന്നവരാരാ ഞാൻ കണ്ടുപിടിക്കാം. ആരാടാ നീ? ഇതല്ലേ എന്നോടൊന്നിനെ ചോദിക്കുന്നേ? ഇപ്പൊ എന്തിനാ നീ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? പിന്നെ 3 വർഷം മുമ്പ് മരിച്ച ഒരാളെ പറ്റി ഇപ്പൊ വന്ന് എന്നോട് ചോദിക്കുന്നേ? മരിച്ചുപോയോ?
അവര് മരിച്ചെന്ന് നിനക്കെങ്ങനെ അറിയാം? പറയേ. അങ്ങനെയാണ് നാട്ടിലുള്ള എല്ലാരും പറയുന്നത്. ഇല്ല. എക്സാക്റ്റ് ആയിട്ട് 3 വർഷം നീ പറഞ്ഞു. നിനക്കെന്തോ ഒരു കാര്യം അറിയാം. അപ്പൊ നീയാണോ അവരെ കൊന്നുകളഞ്ഞത്? പറയേ, നീയാണോ കൊന്നുകളഞ്ഞ? പറയടാ, നീയാണോ കൊന്നത്? എല്ലാം ചോദിക്കാൻ നീയാണോടാ എന്ന പോലീസാണ്. എന്റെ ജോലി എന്താന്ന് വെച്ചാൽ അത് മാത്രം ചെയ്തിട്ട് ഇവിടുന്ന് പൊക്കോണം. ആവശ്യമില്ലാതെ കുഴപ്പമുണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ. നീ പറഞ്ഞാ കേക്കില്ല അല്ലേ? അവര് മരിച്ചിട്ടുണ്ടെന്ന് നിനക്ക് മാത്രം അറിഞ്ഞേക്കുന്നേ. അവരെ കുറിച്ച് സംസാരിക്കുമ്പോ നിന്റെ മുഖത്ത് ഭാവമാറ്റം മാത്രമേ ഉള്ളൂ. നീയാ എന്തോ ചെയ്തേക്കുന്നേ, പറയുന്നു ഇല്ലയോ? കഴുത്തേന്ന് വിട്. ദീപകാണ് പറഞ്ഞത്. അവനെവിടെയാ? ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ എന്തോ ജോലിയായിട്ട് പുറത്തു പോയിരിക്കുക. വരാൻ 15 ദിവസം. പറഞ്ഞേക്കാം, എന്നെ ഒന്നും ചെയ്യരുത്. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാം പറഞ്ഞേക്കാം. അന്ന് അവരമ്മാവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയില്ലേ? അവരൊരു കാറിൽ ലിഫ്റ്റ് ചോദിച്ചു പോയി. ഞാനും പുറകെ തന്നെ പോയി. പിന്നീട് അവരൊരു കാട്ടിൻ്റെ അകത്തേക്ക് പോയിരുന്നു. ഞാനും അവരുടെ പുറകെ തന്നെ പോയി. അവരെ കൊന്നുകളയാൻ വേണ്ടിയാണ് ഞാൻ അവരുടെ പുറകെ തന്നെ പോയത്. പക്ഷേ അവിടെ അവർ രണ്ടുപേരും മരിച്ചു കിടക്കുകയായിരുന്നു. അവരെ വേറെ ആരെ കൊന്നതാണ്. എനിക്കും അതിനും ഒരു ബന്ധമില്ല. നീ പറഞ്ഞതെന്തെങ്കിലും നുണയുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ നിനക്ക്. മാക്സിമം 10 പേരെ ചോദ്യം ചെയ്തു. നിങ്ങൾ ആരാ കൊന്നേന്ന് എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല.
എടാ മഹാഭാവി, ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് നീയായിരുന്നല്ലേ? എന്താ ഞാനേ വലിയ പാരാസൈക്കോളജിസ്റ്റ്. നിന്നെ മാതിരി എത്ര പ്രേതത്തിനെ ഞാൻ കണ്ടിട്ടുണ്ടാവും. നീയല്ലടാ ഞങ്ങളെ കൊന്നത്. നീയാണ് ഞങ്ങളെ കൊന്നത്. നീ തന്നെയാണ് ഞങ്ങളെ കൊന്നത്. നീ തന്നെയാണ് ഞങ്ങളെ കൊന്നത്. നീയാണോ ഞങ്ങളെ കൊന്നത്? നീയാണോ ഞങ്ങളെ കൊന്നത്? Bia? Bia? എല്ലാ തെറ്റും നീ ചെയ്തിട്ട് എങ്ങനെ ഒന്നും നടക്കാത്ത പോലെ നിനക്ക് അഭിനയിക്കാൻ പറ്റുന്നേ? നന്നായിട്ട് ആലോചിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും നീ എന്താ ചെയ്തതെന്ന്. നന്നായിട്ട് ആലോചിച്ചു നോക്ക്. സാർ ഒരു ഹെൽപ്പ്, ഞങ്ങളെ കൂടി ഈ വണ്ടിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകാവോ? ഇരുട്ടുപള്ളത്തി ഇറങ്ങിക്കോ, അതാണ് സേഫ്.
അന്ന് നിങ്ങളെ ഇരുട്ടുപള്ളത്തിൽ ഇറക്കി വിട്ടിട്ട് ഞാനും കാട്ടിനകത്ത് വന്നു. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്ക്, ചെല്ല്. എന്നെ കൊല്ലരുത് പ്ലീസ്. പാണ്ടി പാണ്ടി ആരാണ് നീ? എന്റെ ബിയ നീ എന്താ ചെയ്ത? അന്ന് ലഹരിയുടെ പുറത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തു. എന്നോട് ക്ഷമിച്ചൂടെ? ലഹരിക്കാരനോടാ പല തെറ്റുകളും സംഭവിക്കുന്നേ. ഇപ്പോഴും നീ ലഹരിയിൽ തന്നെയാണ്. ലഹരി ഉപയോഗിച്ച് തെറ്റ് ചെയ്യുന്നവന് മോപ്പില്ലടാ.